ഇത്രയും ലഗേജൊക്കെ കൊണ്ട് നീ ഒരു വഴിക്ക് പോവല്ലേ, ഒറ്റയ്ക്ക് പോണ്ട, സഹായത്തിന് ഞാനും വരാമെന്ന് പറഞ്ഞ് കൂടെ സഹായിക്കാൻ വന്ന ആളുടെ മാസ് ഡയലോഗാണ് നിങ്ങൾ കേട്ടത്. അല്ലെങ്കിലും ഇതുപോലത്തെ സഹായങ്ങളൊക്കെ എനിക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. പ്രത്യക്ഷത്തിലൊരു സഹായം ഇല്ലെങ്കിലും കൂടെ ഇങ്ങനെ നടന്ന് വർത്താനൊക്കെ പറയാൻ ഒരാളെ, അതൊരു വലിയ കാര്യമല്ലേ ശരിക്കും. അങ്ങനെ ഇത്രയും പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് വിടുന്നത് സയൻസ് കോൺഗ്രസ്സിൽ പങ്കെടുക്കാനായിരുന്നു. സയൻസ് കോൺഗ്രസ്സും കഴിഞ്ഞു, പന്തലും കഴിച്ചു, എന്നിട്ടാണ് വീഡിയോ പുറത്തേക്ക് ഇറക്കണേ. എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും ആദ്യമായിട്ട് വരുന്ന ഫീലാണ് എനിക്ക് എറണാകുളത്ത് എത്തുമ്പോൾ തോന്നാറ്. അയ്യോ ഇതേതാ സ്ഥലം, ഇത് അവിടെയല്ലേ ആയിരുന്നേ, ഇത് ഇവിടെയല്ലേ ആയിരുന്നേ, അങ്ങനെ ആകെ മൊത്തം ഒരു ഡയറക്ഷൻ മിസ്സിങ് ആണ്. അതെല്ലാ സ്ഥലത്ത് പോയാലും അങ്ങനെ തന്നെയാണ്, പക്ഷെ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നാറ്. അങ്ങനെ വളരെ കോൺഫിഡൻസിൽ ബസ്സിൽ കയറിയിരുന്ന് ഹൈക്കോടതി അഭിഭാഷകനെ വിളിച്ചപ്പോഴോ അദ്ദേഹം ഫോൺ എടുക്കണില്ല, തിരക്കുകാരനാവേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ലൊക്കേഷൻ പറഞ്ഞു തന്നുകൊണ്ട് കൃത്യസ്ഥലത്ത് ഇറങ്ങി എത്താൻ പറ്റി. അങ്ങനെ ലൊക്കേഷനിൽ കൃത്യമായിട്ട് ബസ് ഇറങ്ങിയതിന് ശേഷം അടുത്ത നമ്മുടെ ടാസ്ക് താമസ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നോക്കിയെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ചോദിച്ചു പോവാൻ തന്നെ നമ്മളും വിചാരിച്ചു. പിന്നെ ഉള്ളതുപോലെ തന്നെ പറയണല്ലോ, സഹായിക്കാൻ വന്ന ആള് കുറച്ചു നേരത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും ആ പണി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു ആത്മനിർവൃതി ആ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ അലച്ചിലിനൊടുവിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് നമ്മൾ ഭംഗിയായിട്ട് എത്തിച്ചേർന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് വിമല കോളേജും കോളേജ് ഹോസ്റ്റലൊക്കെയാണ് ഓർമ്മ വന്നത്. പക്ഷെ അതുപോലെയൊന്നും അല്ലാന്ന് ഉള്ളിൽ കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലായത്, കുറച്ചൊക്കെ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു താമസ സ്ഥലം പോലെയാണ് മുകളിലേക്ക് കയറി തോറും എനിക്ക് തോന്നിയിരുന്നത്. അങ്ങനെ സി ബ്ലോക്കിലുള്ള നമ്മുടെ റൂമും കണ്ടതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഏകദേശം തീരുമാനമായി. റൂമിലിരുന്ന് പഠിക്കാന്നുള്ള അതിമോഹമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ചിന്നിച്ചിതറി തെറിച്ചുപോയി ഗൈസ്, തെറിച്ചുപോയി. ആ വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ സയൻസ് കോൺഗ്രസ് നടക്കുന്ന സെന്റ് ആൽബർട്ട്സ് കോളേജിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ വീണ്ടും ഫ്രെയിം മാറാണ്. നല്ല അടിപൊളി ക്യാമ്പസും നല്ല ഒന്നാന്തരം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു നല്ല കോളേജ്. അങ്ങനെ കോളേജ് കണ്ട സന്തോഷത്തിൽ ഞാൻ റൂമിന്റെ വിഷമമൊക്കെ അങ്ങോട്ട് മറന്നു. പിന്നെ ഇതാണ് നമുക്ക് സയൻസ് കോൺഗ്രസ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്ലോത്തിന്റെ ബാഗും പ്രോഗ്രാം ഷെഡ്യൂളും ID കാർഡും നോട്ട് പാഡും പിന്നെ ഈ ഒരു മിൽറ്റന്റെ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലായിരുന്നേ. പിന്നെ കുറച്ച് ബ്രോഷേഴ്സൊക്കെയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം അല്ലേ. എന്നാൽ